ഹായ്, നൈറാസ് നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. നമ്മൾ വിശാല സമതല ഭൂവിലിന്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ സമുദ്രത്തിനെ പറ്റി പഠിച്ചിട്ട് വന്നു. അതിൽ രാജസ്ഥാൻ നമ്മൾ 4ആയിട്ട് തിരിച്ചു. രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, അതുപോലെ ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മിയാൻഡർ, ഓക്സ്ബോ തടാകം എന്നുണ്ട് അവിടുത്തെ ഭൂരൂപങ്ങളെ പറ്റി പഠിച്ചു. വീണ്ടും നമ്മൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് നമ്മൾ ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്ന് പറഞ്ഞ് തിരിച്ചു. അവിടെ നമ്മൾ ഡെൽറ്റ, നദീജന്യ ദ്വീപുകൾ, അതുപോലെ സാൻഡ് ബാൾസ്, ബ്രേഡർ സ്ട്രീംസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാനായിട്ട്. അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് നെഗറ്റീവ് ആണെങ്കിലും പറയണം. നമുക്കപ്പോൾ പോരായ്മകളൊക്കെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാലാവസ്ഥയിലേക്ക് പോവാം. ശരി, അപ്പോൾ നമ്മൾ ഇന്ത്യൻ കാലാവസ്ഥ പഠിക്കുന്നില്ലേ? സെയിം തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥ എടാ, കാലാവസ്ഥ പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കാലാവസ്ഥയെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. 4 മീൻസ് പ്രധാനമായിട്ടും മഴക്കാലം, വേനൽക്കാലം, ശൈത്യകാലം. പക്ഷേ ഈ മഴക്കാലം തന്നെ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നും അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നും നമ്മൾ തിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒന്നാണ് എന്ത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, പടിഞ്ഞാറൻ. 2 വടക്ക് കിഴക്കൻ. 3 ശൈത്യകാലം. 4 വേനൽക്കാലം. എടാ, നമുക്ക് മൊത്തം 12 മാസമാണുള്ളത് അല്ലേ? മൊത്തം 12 മാസമാണുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ തിരിക്കാം? ഈ 4 കാലാവസ്ഥയായിട്ട് തിരിക്കുമ്പോൾ നമുക്ക് 3 തിരിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്, 4 മാസം. അപ്പോൾ ആ 3 എന്നുള്ളത് ഇവിടെ നമുക്ക് 4 ഇപ്പുറത്തെ ആൾക്ക് 2 മാറുന്നു. അതാരാണ്? സെപ്റ്റംബർ കഴിഞ്ഞ ആരാണ്? ഒക്ടോബർ, നവംബർ. അപ്പോൾ വടക്ക് കിഴക്കൻ വരുന്നതാണ് ആര്? ഒക്ടോബറും നവംബറും. എടാ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മാസം പോയെങ്കിൽ വടക്ക് കിഴക്കനിൽ വരുന്നത് ഒക്ടോബറും നവംബറും. അപ്പോൾ പറഞ്ഞോ ശൈത്യകാലം. വീണ്ടും 3 നമുക്ക് തിരിക്കാലോ. ശൈത്യകാലം ഒക്ടോബർ, നവംബർ കഴിഞ്ഞു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഓക്കെ, നെക്സ്റ്റ് വേനൽക്കാലാണ്. പറഞ്ഞോ, അറിയാലോ. മാർച്ച്, ഏപ്രിൽ, മെയ്. നോക്കിയേടാ, സിമ്പിൾ അല്ലേ? നമ്മൾ എന്ത് പഠിച്ചു? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മൾ 4ആയിട്ട് തിരിച്ചു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, ശൈത്യകാലം, വേനൽക്കാലം. അതിൽ തെക്ക് പടിഞ്ഞാറൻ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, വടക്ക് കിഴക്കൻ ഒക്ടോബർ, നവംബർ, ശൈത്യകാലം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, വേനൽക്കാലം മാർച്ച്, ഏപ്രിൽ, മെയ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ആദ്യം നമുക്ക് മൺസൂൺ എടുക്കണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണോ? ഏതെടുക്കണം? അപ്പോൾ നമുക്ക് ശൈത്യകാലം എടുക്കാം. ശൈത്യകാലം. എടാ, ശൈത്യകാലം എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞോ എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പഠിച്ചു വെച്ചോളൂ. നമ്മുടെ നവംബർ കൊണ്ടിട്ട്, ഒക്ടോബർ, നവംബർ കൊണ്ടിട്ട് ആര് തീരാണ്? നമ്മുടെ വടക്ക് കിഴക്കൻ തീരാണ്. അപ്പോൾ നവംബറിൽ തന്നെ നമ്മുടെ ശൈത്യകാലം ഇവിടെ തുടങ്ങി. അപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ആ മാസത്തിലേക്ക് എന്ത് വരികയാണ്? നമ്മുടെ ശൈത്യകാലം വരികയാണ്. ഈ ശൈത്യകാലം വരുമ്പോൾ സമതലത്തിൽ എന്ത് പ്രത്യേകതയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്? നല്ല രീതിയിൽ അല്ലെ ശൈത്യമായിരിക്കും അല്ലെ? അതായത് ഒന്നുമില്ല, ശൈത്യം വരുമ്പോൾ എന്ത് പ്രത്യേകത ഉണ്ടാവും? ശൈത്യം അതികഠിനമായിരിക്കും. കാരണം എന്തുകൊണ്ടായിരിക്കും? ശൈത്യത്തിന്റെ തീവ്രത കൂടാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഇത് ഇന്ത്യ
ഇന്ത്യ, തൽക്കാലം ഇന്ത്യ ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പം ഇന്ത്യ, അപ്പോൾ ഈ ഇന്ത്യയിൽ സമുദ്രം കിടക്കുന്ന എവിടെയാണ്? ഈ ഭാഗം അല്ലേ സമുദ്രം കിടക്കുന്നത്. അപ്പോൾ ഇവിടെ അറബിക്കടലുണ്ട്, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളമൊക്കെ ഇവിടെ കിടക്കാണ്, തമിഴ്നാടൊക്കെ ഇവിടെ കിടക്കാണ്. നമ്മളുടെ സമതലം വന്നിട്ട് കിടക്കുന്നത് ഈ ഭാഗത്താണ്. എടാ സമതലം കിടക്കുന്നത് കടലിൽ നിന്നും ഇത്രയും അകലെയാണല്ലേ. അപ്പൊ ഈ കടലിൽ നിന്നും ഇത്രയും അകലെ എന്ന് പറയുമ്പോൾ അവിടെ സമുദ്ര സാമീപ്യം ഇല്ല. ഈ സമുദ്രത്തിന്റെ സാമീപ്യവും നമ്മുടെ കാലാവസ്ഥയും തമ്മിൽ എന്താണ് ഇത്ര കണക്ഷൻ? ഒന്നുമില്ല. സമുദ്രം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു അന്തരം അല്ലെങ്കിൽ നമ്മുടെ ഒരു മിതമായ ഒരു കാലാവസ്ഥയിൽ നിലനിർത്താൻ സാധിക്കുന്നത്. അന്തരം കുറയുന്നത്, നമ്മുടെ ദൈനിക താപാന്തരമൊക്കെ കുറയാൻ കറക്റ്റായിട്ട് നിർത്തുന്നൊക്കെ ആരാണ്? സമുദ്രം ഉള്ളതുകൊണ്ട്. നമുക്ക് കേരളത്തിൽ മിതമായ ചൂടും മിതമായ തണുപ്പൊക്കെ വരാനുള്ള കാരണം തന്നെ എന്താണ്? ഇവിടെ നമുക്ക് സമുദ്ര സാമീപ്യം ഉള്ളതുകൊണ്ടാണ്. കാരണം എന്താണ്? ഈ കരയെ അപേക്ഷിച്ചിട്ട് കടൽ എങ്ങനെയാണ്? സാവകാശം ചൂട് പിടിക്കും, സാവകാശം തണുക്കും. പക്ഷെ ഇവിടുത്തെ കേസ് എന്താണ്? ചൂട് വരുമ്പോൾ എക്സ്ട്രീം ചൂടിലേക്ക് പോകും, തണുപ്പ് വരുമ്പോൾ എക്സ്ട്രീം തണുപ്പിലേക്ക് വരും. അപ്പോൾ ശൈത്യകാലമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ശൈത്യകാലം വരുമ്പോൾ സമുദ്രത്തിൽ നിന്നും വളരെ അകലെയുള്ള സമതലത്തിന് എന്ത് സംഭവിക്കും? ഇവിടെ എക്സ്ട്രീം ശൈത്യത്തിലേക്ക് പോകും. മനസ്സിലായോ? അതുപോലെ തന്നെ ആരുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തേക്ക് ആരാ ഉള്ളത്? നമ്മുടെ പശ്ചിമേഷ്യ. ഈ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് നമുക്ക് ഇവിടെയുള്ള ശൈത്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? കഠിനമാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ സമുദ്ര സാമീപ്യം വളരെ അകലെയാണ്, അതുകൊണ്ട് ശൈത്യം കൂട്ടുന്നു. ഇവിടെ എന്തുണ്ട്? ശീതക്കാറ്റ് വീശുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിന്നും, അതും ഇവിടെ കഠിനമാക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹിമാലയം ഉണ്ടല്ലോ ഇവിടെ, ഹിമാലയം. അപ്പൊ ഹിമാലയത്തിന്റെ കാലാവസ്ഥ അവിടെ മഞ്ഞ് വീഴുന്നതാണല്ലോ. അപ്പൊ ആ മഞ്ഞും ഇവിടെ എന്താക്കുന്നുണ്ട്? തണുപ്പ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു സമുദ്ര സാമീപ്യം, രണ്ട് നമ്മൾ പറഞ്ഞു ശീതക്കാറ്റ് എവിടെ നിന്നും? പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഹിമാലയത്തിൽ നിന്നുള്ള മഞ്ഞ് വീഴ്ച. പിന്നെ നമുക്ക് എന്ത് പറയാം? ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം. എടാ ഇതെന്താണ്? ഇത് നമുക്ക് വേറൊരു പോർഷനായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇത് ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും സൂര്യന്റെ അയനം എന്ന് പറയുമ്പോഴേ നമുക്കറിയാലോ സൂര്യൻ എങ്ങോട്ട് പോകുന്ന സമയമാണിത്. നോക്കിക്കേ, നമ്മൾ പറഞ്ഞല്ലേ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന എന്താണ്? മാർച്ചിൽ നമുക്ക് എവിടെ നിൽക്കും? നമ്മുടെ ഇക്വേറ്ററിന്റെ ഭാഗത്തായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. അവിടുന്ന് ജൂണിൽ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ വന്നു. അതിനുശേഷം അതായത് 23.5 ഡിഗ്രി നമുക്ക് പിന്നീട് ഡീപ്പായിട്ട് പഠിക്കാം കേട്ടോ, 0 ഡിഗ്രി. ഇനി ജൂൺ കഴിഞ്ഞ് സെപ്റ്റംബർ ആകുമ്പോൾ വീണ്ടും സൂര്യൻ ഇവിടെ വന്നു. ഇനി സെപ്റ്റംബർ കഴിഞ്ഞു നമ്മൾ പറയുന്ന ശൈത്യകാലം. അപ്പോൾ സൂര്യൻ ഡിസംബറോടുകൂടി നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുന്ന സമയമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഈ പറയുന്ന സൂര്യൻ ഇങ്ങോട്ടേക്ക് മാറുകയാണ്. നമ്മളെവിടെ കിടക്കാം? ഇന്ത്യക്കാർ ഇവിടെ കിടക്കാം അല്ലേ. അപ്പോൾ സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഏത് കണ്ടീഷനാ? തണുപ്പാ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് തണുപ്പ് കൂടുതലാണ്. ആ തണുപ്പ് നമ്മളെ സംബന്ധിച്ച് സമുദ്ര സാമീപ്യവും ഇല്ലാത്ത സമതലത്തിൽ എന്ത് കൂട്ടും? ശൈത്യം കഠിനമാക്കും. ക്ലിയർ? അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു നമ്മുടെ 4ആയിട്ട് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ അല്ലെങ്കിൽ സമുദ്രത്തിലെ കാലാവസ്ഥയെ നമ്മൾ തിരിച്ചു. അതിൽ ശൈത്യകാലം, അതുപോലെ വേനൽക്കാലം, പിന്നെ നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. അതിൽ നമ്മളിപ്പോൾ പഠിച്ചത് ശൈത്യകാലമാണ്. ഇപ്പം ശൈത്യകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശൈത്യകാലം നവംബർ മുതലായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഈ നവംബർ എന്ന് പറയുമ്പോഴത്തേക്കും നവംബർ മധ്യം കൊണ്ടിട്ടോ, അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും എക്സ്ട്രീം തണുപ്പിലേക്ക് പോകും സമതലം. അതെന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ 4 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, സമുദ്രത്തിൽ നിന്നും വളരെ അകലയിലാണ് സമതലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ്. ഈ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെറ്റ് സ്ട്രീംസ് ഒക്കെ ഓർത്താൽ മതി, ട്രോപ്പോസ്ഫിയറിലൂടെ ഒക്കെ വരുന്ന ആ ഒരു ഇത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്.
പിന്നെ ഹിമാലയം ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഹിമാലയത്തിൽ നിന്ന് വീഴുന്ന മഞ്ഞ് അതിൻ്റെ ഇവിടെയുള്ള ശൈത്യം കഠിനമാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് എന്ത്, സൂര്യൻ്റെ അയനം. അപ്പോൾ സൂര്യൻ ഈ ഒരു സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം സംഭവിക്കുമ്പോൾ ഇവിടെ നമുക്ക് സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ഇവിടെ കഠിനമായ തണുപ്പായിരിക്കും അനുഭവപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയാണ്. ഇവിടെ എത്തുന്നു, ഇപ്പോൾ ഡിസംബറും ജനുവരിയാണ് ശൈത്യമേറിയ മാസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇക്കാലയളവിൽ ഇവിടെ എന്തായിരിക്കും, അതിശൈത്യമായിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ കാരണങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനം. എന്താണ്, കര വേഗം ചൂടാവും, വേഗം തണുക്കും. അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്, കടല് സാവകാശം ചൂടുപിടിച്ച് സാവകാശം തണുക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് അകലെ ആയതുകൊണ്ടിട്ട് ഈ കരപ്രദേശമായ ഡൽഹിയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമുദ്ര ഭാഗത്തൊക്കെ എന്ത് വരും, എക്സ്ട്രീം തണുപ്പിലേക്ക് മാറും. അതുപോലെ അടുത്തതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വീശുന്ന എന്തെന്ന് പറയുന്നത്, ശീതക്കാറ്റ്. അത് നമുക്ക് എന്തുണ്ടാക്കും, ഇവിടെ ശീത തരംഗമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്തതാണ് അയനം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞു, ശൈത്യകാലത്തെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആരാ ഉള്ളത്, ഉഷ്ണകാലമാണ്. അപ്പോൾ നമുക്കിനി ഉഷ്ണകാലം പഠിക്കാം. അപ്പോൾ ഉഷ്ണകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മാസങ്ങൾ ഏതൊക്കെയായിരുന്നു, ജനുവരി ഫെബ്രുവരി വരെ നമ്മൾ ശൈത്യം പറഞ്ഞെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ഉഷ്ണകാലം എന്ന് പറയുന്നത്. ഉഷ്ണകാലം പക്ഷേ നമ്മൾ സമതലത്തിൽ പറയുമ്പോൾ മാർച്ചിൽ ഉഷ്ണകാലം തുടങ്ങുമെങ്കിൽ പോലും ഏപ്രിൽ മെയ് ജൂൺ വരെ നമുക്ക് എന്തുണ്ടാവും, ഉഷ്ണകാലം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതിൽ ഏപ്രിലും മെയ്യൊക്കെ അതികഠിനമായിട്ട് ഉണ്ടാവും, ചൂടാവും. ആ സമയത്തെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ചൂടിലേക്കാണ് പോകുന്നത്. അതിനും എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, സമുദ്ര സാമീപ്യം. അപ്പോൾ കരഭാഗമാണ്, അപ്പോൾ ചൂട് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീം ചൂടിലേക്കാണ് ഈ കര ചൂടാവുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള ഡിഗ്രി സെൽഷ്യസ് ഇവിടെ പറയുന്നത് 48 ഡിഗ്രി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഇത് നമുക്ക് വാർത്തകളിലൂടെയൊക്കെ അറിയാം, അതിലും കൂടുതലാണ്. അപ്പോൾ അത് ജസ്റ്റ് എന്ന് പറയുന്നു. ഉഷ്ണകാലം ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലാണെന്നുള്ളത് പറയുന്നുണ്ട്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ 48 ഡിഗ്രി എന്നാണ് പറയുന്നത്. പടിഞ്ഞാറൻ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാന്റെ ഭാഗമൊക്കെ. പക്ഷെ 48 അല്ല, അതിലും കൂടുതലാവുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ സമയത്ത് നമ്മുടെ മരുഭൂമി പ്രദേശത്തു നിന്നൊക്കെ വീശുന്ന ഉഷ്ണക്കാറ്റുണ്ടല്ലോ, അതിനെന്താ പറയുക, ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റിനെ പറയുന്നതാണ് ലൂ എന്ന് പറയുന്നത്. ലൂ എന്താണ്, ഒരു പ്രാദേശികവാദമാണ്. പ്രാദേശികം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യ മുഴുവനായിട്ട് അത് കിട്ടുന്നില്ല, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മളുടെ ഇവിടെയൊക്കെ നമ്മൾ മാംഗോ ഷവർ എന്ന് പറയും കേരളത്തിൽ പറയുമ്പോൾ. അങ്ങനെ ഓരോ ഏരിയയിൽ നമുക്ക് പറയുന്നുണ്ട്, കാൽബൈശാഖി അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന ആ ഒരു വരണ്ട കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂ എന്ന് പറയുന്നത്. ഈ ലൂവും ഇവിടുത്തെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അസഹ്യമാക്കുന്നുണ്ട്. വരണ്ട കാറ്റാണ് വീശുന്നത്, മരുഭൂമി ഭാഗത്തു നിന്നൊക്കെയുള്ള വരണ്ട കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അത്രയുമാണ് എന്ത് പറയുന്നത്. പിന്നെ ഈ ചൂട് കൂടുമ്പോൾ മഴ ലഭിക്കുന്നു അറിയുന്നില്ലേ, അത് നമ്മുടെ എന്താ പറയാ, ഇവാപറേഷനൊക്കെ കൂട്ടും. അപ്പൊ അങ്ങനെ ചെറിയ രീതിയിൽ മഴ ലഭിക്കുന്നത് ആശ്വാസമാകുന്നു എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതും ക്ലിയർ ആണല്ലോ. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ ഉഷ്ണകാലത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഉഷ്ണകാലം നമ്മൾ നോർമലി പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ആണ് പറയുക. പക്ഷെ ഇവിടെ പറയുമ്പോൾ മാർച്ചിൽ തുടങ്ങുമെങ്കിലും ഏപ്രിൽ മെയ് ജൂൺ വരെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഏപ്രിലും മെയ്യൊക്കെ അതികഠിനമായ ചൂടായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ നമ്മളുടെ എന്ത് പറയാണ്, ലൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാദേശികവാദത്തെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഈ സമയത്ത് മരുഭൂമിയിൽ നിന്ന് വീശുന്നത്, അപ്പോൾ അതൊന്നും കൂടെ ചൂട് കൂട്ടും എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, പിന്നെ ആ സമയത്ത് മഴ ലഭിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് കുറച്ചും കൂടെ ആ ഒരു കാലാവസ്ഥനെ ഇത്തിരി ഒന്ന് ചൂട് ശമിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആരെ പഠിക്കണം, പറഞ്ഞോ, മൺസൂൺ ആണ്. അപ്പോൾ അടുത്തതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞായിരുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമ്മൾ ഇന്ത്യൻ കാലാവസ്ഥയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി മാർച്ച് മാസത്തോടു കൂടി എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ ഉത്തരേന്ത്യൻ ഇതിൽ ഗണ്യമായ ചൂടൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമൊക്കെ ആയിട്ട് നമ്മളുടെ എന്ത് കൂടാണ്, നമ്മളുടെ ന്യൂനമർദ്ദം ഫോം ചെയ്യാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പഠിക്കണം. എങ്ങനെയാണ് ഉണ്ടാവണേന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കോ,
ഇത് ഇന്ത്യ, അപ്പോൾ ഇത് സമതലം, ഇവിടെ വന്നിട്ട് നമ്മുടെ സമുദ്രമൊക്കെ. എടാ ഇപ്പോൾ നമ്മളുടെ മാർച്ച് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കട്ടെ, ഇത് മാർച്ച് ഇക്വേറ്ററിൽ സൂര്യൻ നിൽക്കുന്നു. ജൂണിൽ 23.5 നോർത്തിലായിരിക്കും. സെപ്റ്റംബറിൽ വീണ്ടും ഇവിടെ വരും. ഡിസംബർ. ഇത് നമുക്ക് അറിവുണ്ടായിരിക്കണം കേട്ടോ. ഇത് സൂര്യൻ്റെ അയനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ മാർച്ചിൽ നിന്ന് ജൂണിലോട്ടൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഭാഗമാണ് ഈ ഇക്വേറ്ററിന് മുകളിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് സൂര്യൻ നമുക്ക് നേരെ നിൽക്കുകയാണ് അല്ലേ. സൂര്യൻ ഇവിടെ നേരെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ ചൂട് വരുമ്പോൾ കരയാണോ കടലാണോ ചൂട് പിടിക്കുക? ആദ്യം നമ്മൾ പറഞ്ഞു സാവകാശമാണ് കടൽ ചൂടാവുക, സാവകാശമാണ് കടൽ തണുക്കുക. അപ്പം നന്നായി ചൂട് പിടിക്കുന്നത് കര ആദ്യം ചൂടാവും, നന്നായിട്ട് ചൂടാവും. അതുപോലെ കര ആദ്യം തണുക്കുകയും ചെയ്യും. നമ്മൾ കരക്കാറ്റ് കടൽക്കാറ്റൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സെയിം സംഭവം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ കിടക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും സൂര്യൻ എവിടെ ആയതുകൊണ്ട് കര നല്ല രീതിയിൽ ചൂട് പിടിക്കുകയാണ്. കര നല്ല രീതിയിൽ ചൂട് പിടിക്കും. കര നല്ല രീതിയിൽ ചൂട് പിടിക്കുമ്പോൾ ഇവിടെയുള്ള വായു എന്ത് ചെയ്യാണ്? ഉയരാണ്. വായു ഉയരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? കുറയുവാണ്. പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് പോവാണ്. അപ്പോൾ കര നല്ല രീതിയിൽ ചൂട് പിടിക്കുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടുത്തെ പ്രഷർ കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? പ്രഷർ കുറഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക് വായു ഉയർന്ന് മുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ കരയാണ്, കടൽ ഭാഗമാണ്. അപ്പോൾ ഇവിടുത്തെ വായു എങ്ങനെയായിരിക്കും? ഇവിടെ തണുപ്പല്ലേ, താരതമ്യേന കടലിൽ ചൂട് കുറവാണ്. പ്രഷറും എന്താണ്? കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം പ്രഷർ കൂടുതലുള്ളിടത്തു നിന്ന് പ്രഷർ കുറഞ്ഞിടത്തേക്ക് ആര് പോകും? കാറ്റ് വീശും. അപ്പോൾ പ്രഷർ കൂടിയെടുത്ത് നിന്ന് പ്രഷർ കുറഞ്ഞിടത്തേക്ക് കാറ്റ് വീശും. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യരുത്. ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും കൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമ്മുടെ സൂര്യൻ ഈ സമയത്ത് നമ്മൾക്ക് നേരെയാണ്, നമ്മുടെ ഉത്തരാർദ്ധ ഗോളത്തിന് നേരെയായിട്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും കരയും കടലും ചൂട് പിടിക്കുന്നുണ്ടെങ്കിലും താരതമ്യേന കരഭാഗത്ത് നല്ല ചൂട് അനുഭവപ്പെടും. അപ്പോൾ കടൽ ഭാഗത്ത് തണുപ്പായിരിക്കും. തണുപ്പ് മീൻസ് താരതമ്യേന തണുപ്പായിരിക്കും. അപ്പോൾ കരഭാഗം ചൂട് പിടിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ്, പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞിട്ട് എന്ത് സംഭവിക്കുകയാണ്? വായു വികസിച്ച് മുകളിലേക്ക് ഉയരും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചടാ? ന്യൂനമർദ്ദം ഫോം ചെയ്തു. എവിടെ? കരഭാഗത്ത്, നമ്മുടെ സമതല ഭാഗത്ത് ന്യൂനമർദ്ദം ഫോം ചെയ്തു. അപ്പോൾ കടലിൽ എന്താണ്? ഹൈ പ്രഷറാണ്. ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, സ്വാഭാവികമായിട്ടും ഹൈ പ്രഷറാണ്. എവിടെ നിന്ന് എങ്ങോട്ട് കാറ്റ് വീശും? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് കാറ്റ് വീശും. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് കാറ്റ് വീശുന്ന സമയത്ത് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് നമ്മുടെ അറബിക്കടൽ ശാഖയായിട്ടും പിന്നെ ഒന്ന് ബംഗാൾ ശാഖയായിട്ടും തിരിയുന്നു. നമ്മുടെ അറബിക്കടൽ ശാഖ വന്നിട്ട് നമ്മുടെ കേരളത്തിലൂടെയൊക്കെ പ്രവേശിച്ച് ഇവിടെ ഗോവ അവിടെയൊക്കെ മഴ കൊടുത്തിട്ട് നമ്മുടെ ആരവല്ലിക്ക് സമാന്തരമായിട്ട് പോയിട്ട് പഞ്ചാബ് സമുദ്രത്തിലോട്ട് കിടക്കുകയാണ്. അതവിടെ നിൽക്കുന്നു. നമ്മൾ പറഞ്ഞു അടുത്ത ബംഗാൾ ഉൾക്കടൽ ശാഖ. ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അതിൽ നമ്മുടെ ഇങ്ങോട്ട് ഒരു ശാഖ വന്നിട്ട് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹെവി മഴ, നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ പഠിച്ചതാണ്. ഹെവി മഴ നമ്മുടെ ചിറാപുഞ്ചി, മൗസിൻഡ്രം അവിടെയുള്ള മഴയ്ക്ക് അവിടുത്തെ നിത്യഹരിത വനങ്ങളാണെന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്? ഇവിടെ നല്ല രീതിയിൽ മഴ എന്ത് കൊടുക്കുകയാണ്? നമ്മുടെ ബേ ഓഫ് ബംഗാൾ ശാഖ വന്നിട്ട് അതിൻ്റെ വടക്ക് കിഴക്കനിലേക്ക് പോകുന്നത്. പിന്നെ ഒരു ശാഖ വന്നിട്ട് ഇങ്ങോട്ട് നമ്മുടെ ഗംഗാ സമുദ്രത്തിലേക്ക് പ്രവേശിക്കും. ഈ ഗംഗാ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചത് നമ്മുടെ ഇവിടെ നിന്ന് പോയ പഞ്ചാബ് സമുദ്രത്തിലേക്ക് ആരവല്ലിക്ക് സമാന്തരമായിട്ട് പോകുന്ന ഇതുണ്ടല്ലോ, ഇത് തമ്മിലും കൂടെ കൂട്ടിമുട്ടിയിട്ട് ഇവര് നമ്മുടെ ഹിമാലയത്തിന്റെ അടിവാരത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാണ് എന്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫ്രഷേഴ്സിന് തോന്നും. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ അയനത്തിന്റെ കാര്യം ആദ്യം പഠിക്കുക. അപ്പോൾ ജൂണിൽ ഈ സമയത്തൊക്കെ നമ്മുടെ സൂര്യൻ നമുക്ക് നേരെയാണ് നിൽക്കുന്നത്. കര നന്നായിട്ട് ചൂട് പിടിക്കും, കടല് താരതമ്യേന ചൂട് കുറവായിരിക്കും. അപ്പോൾ കരയിൽ ഹൈ പ്രഷറും കടലിൽ ലോ പ്രഷറും ആയിരിക്കുമ്പോൾ തിരിച്ച് കരയിൽ ടെമ്പറേച്ചർ കൂടുതൽ, കടലിൽ ടെമ്പറേച്ചർ കുറവ്. അപ്പോൾ പ്രഷർ കൂടുതൽ കരയിലും പ്രഷർ കുറവ് കടലിലും ആയിരിക്കും. പ്രഷർ കയ്യിൽ നിന്ന് പോയി ഒന്നുകൂടെ, അതായത് ഒന്നുമില്ല, കടൽ നമ്മൾ കരഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്, അപ്പോൾ പ്രഷർ കുറവാണ്. ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, കടലാണ്, പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷർ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് കാറ്റ് വീശും. ക്ലിയർ? കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. പ്രഷർ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് കാറ്റ് വീശും. അതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ പറയുന്നത്. അതിൽ തന്നെ 2 ശാഖകളായിട്ട് പിരിയും. അറബിക്കടൽ ശാഖ നമ്മുടെ കേരളത്തിലും ഗോവ അങ്ങോട്ടൊക്കെ എപ്പോഴും മഴ കൊടുത്തിട്ട് നമ്മുടെ ആരവല്ലിക്ക് സമാന്തരമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മഴ ലഭിക്കാത്തത്, നമ്മുടെ മരുഭൂമി ഭാഗത്ത് മഴ ലഭിക്കാത്തത്. ഇനി നമ്മുടെ ബംഗാൾ ശാഖ വന്നിട്ട് 2 ഉപശാഖകളായിട്ട് പിരിഞ്ഞിട്ട് ഒന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ മഴ കൊടുക്കും. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗംഗാസമുദ്രത്തിലൂടെ പ്രവേശിച്ച് ഇവിടെ വന്ന് പഞ്ചാബിൽ വെച്ചിട്ട് നമ്മുടെ നമ്മുടെ അറബിക്കടൽ ശാഖയുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, അതുപോലെ ഉത്തർപ്രദേശ്, ഡൽഹി ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഉപശാഖ ഉണ്ടല്ലോ, ഗംഗാ സമുദ്രത്തിലേക്ക് പ്രവേശിച്ച ശാഖ, അത് അത്യാവശ്യം മഴ കൊടുക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാരത്ത് എന്നിട്ട് ഇത് കൂട്ടിമുട്ടിയിട്ട് നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന കാര്യവുമാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് കാലഘട്ടം പറഞ്ഞു? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അതിനകത്ത് നമുക്ക് അങ്ങനെ തന്നെയാണ് പഠിക്കാനുള്ളത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? അടുത്തതാണ് നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എഗെയിൻ നമ്മുടെ ഇത് നമ്മുടെ ഓഷ്യൻ, ഇത് നമ്മുടെ ഇന്ത്യ. ഓക്കെ, പറഞ്ഞോ. ഇപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. നമ്മൾ പറഞ്ഞ കാലഘട്ടം ഏതായിരുന്നു? ഒക്ടോബർ നവംബർ ആണ്. സെപ്റ്റംബർ വരെ നമ്മൾ ഇവിടെ പറഞ്ഞു. ഒക്ടോബർ നവംബർ എന്ന് പറയുമ്പോഴേ നോക്കിക്കേടാ, സെപ്റ്റംബറിൽ ഇക്വേറ്ററിൽ വന്ന സൂര്യൻ ഡിസംബറിലേക്ക് എങ്ങോട്ട് വരും? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ നമ്മുടെ എങ്ങോട്ട് വരികയാണ്? ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ സൂര്യന്റെ സ്ഥാനം എവിടെ വന്നു? ദക്ഷിണാർദ്ധ ഗോളത്തിൽ വന്നു. ദക്ഷിണാർദ്ധ ഗോളത്തിൽ നമ്മുടെ സൂര്യൻ വരാം. അപ്പോൾ ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ കിടക്കുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ ഇനി ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണെ. നമ്മൾ കിടക്കുന്നപ്പോൾ ഇവിടെ സൂര്യൻ ഇല്ല, പകരം സൂര്യൻ ഇക്വേറ്ററിന് താഴെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്ത് എന്താണ്? ഈ ഭാഗത്ത് തണുപ്പാണ് വരിക. അതായത് നമ്മുടെ ഇന്ത്യ കിടക്കുന്ന ഭാഗത്ത് തണുപ്പാണ് വരിക. അപ്പം നോക്കിയേ, കരഭാഗം നല്ല രീതിയിൽ തണുത്ത് കിടക്കായിരിക്കും അല്ലേ? കര തണുത്ത് കിടക്കാം, ടെമ്പറേച്ചർ കുറവായിരിക്കും. പ്രഷർ അപ്പം എന്തായിരിക്കും? കൂടുതലാണ്. പ്രഷർ കൂടുതലാണ്. കരയെ അപേക്ഷിച്ച് കടൽ എന്താന്ന് നമ്മൾ പറഞ്ഞു? സാവകാശമേ തണുക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലാണ്. അപ്പോൾ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. പറഞ്ഞോ, നമ്മൾ അത് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. പ്രഷർ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞിടത്തേക്കാണ് കാറ്റ് വീശുക. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റാണ് എന്ത് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ കണ്ടീഷൻ. സൂര്യൻ ഈ സമയത്ത് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കുറവും കടൽ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലും. പ്രഷർ കൂടുതൽ കരയിലാണെങ്കിൽ പ്രഷർ കുറവ് കരഭാഗത്ത്. അപ്പോൾ പ്രഷർ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞതിലേക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞപ്പോഴേ തെക്ക് പടിഞ്ഞാറിൽ പറഞ്ഞപ്പോഴത്തേക്കും കടലിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഈർപ്പമുണ്ടല്ലേ, നല്ല രീതിയിൽ മഴ ലഭിക്കും. പക്ഷെ ഇവിടെ കരഭാഗമാണ്. അപ്പൊ കരഭാഗത്ത് ഇവിടെ ഈർപ്പരഹിതമായ വായുവാണ് ഇങ്ങോട്ട് വീശുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് മഴ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. എന്നിട്ട് ഇവർ ബംഗാളിൽ നിന്ന് വന്നിട്ട് ഈർപ്പം വഹിച്ചിട്ടാണ് നമ്മുടെ
തമിഴ്നാട് ആന്ധ്ര ഭാഗത്തൊക്കെ മഴ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് നമ്മുടെ സമതലത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വടക്ക് കിഴക്കനിൽ വലിയ രീതിയിലൊന്നും മഴ നമുക്ക് ലഭിക്കുന്നില്ല. കാരണം എന്താ? ഇങ്ങോട്ട് ഈർപ്പരഹിതമായ കാറ്റാണ് ഇങ്ങോട്ട് വീശുന്നത്. അപ്പൊ മഴ അവിടെ വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഒക്ടോബർ ചൂട് എന്ന പ്രതിഭാസം കൂടെ ഉണ്ട്. എന്തുകൊണ്ടാ ഒക്ടോബർ ചൂട്? ഈ നമ്മുടെ ദിനാവസ്ഥ ഉണ്ടല്ലോ, പകൽ സമയം കൂടുതൽ ഇത് കൊണ്ടുവരാണ്. ചൂട് കൂടിയിട്ട് അസഹ്യമായ ഒരു ചൂടിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഒക്ടോബർ ചൂട് പ്രതിഭാസം എന്ന് എടുത്തു പഠിക്കുന്നത്. അതായത് പൊതുവെ ഈ സമയത്ത് എന്ത് കാലാവസ്ഥയാണ്? വരണ്ട കാലാവസ്ഥയാണ്. കാരണം മഴയൊന്നും കിട്ടുന്നില്ല നമ്മുടെ സമതല ഭാഗത്ത്. അതുകൊണ്ട് ആ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും നമ്മുടെ ദിനാവസ്ഥയെ കൂടുതൽ അസഹ്യമാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സൂര്യന്റെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോൾ നേരത്തെ ഇവിടെയായിരുന്നു ന്യൂനമർദ്ദം, പക്ഷെ ഇപ്പോൾ അത് നമ്മൾ മാറ്റിയുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ന്യൂനമർദ്ദം എന്ത് ചെയ്യാണ്? തെക്കോട്ട് പിൻവാങ്ങാണ്. അപ്പൊ ഇവിടെ പ്രഷർ കുറഞ്ഞപ്പോൾ ഇവിടെയാണ് പ്രഷർ കൂടുതൽ വന്നത്. അപ്പൊ പ്രഷർ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് കാറ്റ് വീശാണ്. അങ്ങനെ വീശിയപ്പോഴത്തേക്കും ഇവിടെ ഉച്ചമർദ്ദം, ഇവിടെ ന്യൂനമർദ്ദം. ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റ് വീശുന്നു. പക്ഷെ ഇവിടെ വരണ്ട പ്രദേശമാണ്, മഴയൊന്നുമില്ല. അപ്പൊ അതുപോലെ വെള്ളമില്ല, ഈർപ്പരഹിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? വലിയ രീതിയിൽ നമുക്ക് മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ഒക്ടോബർ ചൂട് എന്നുള്ള പ്രതിഭാസവും കൂടിയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ? 4 കാലാവസ്ഥ ക്ലിയർ ആണോ? ഇത് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ കാലാവസ്ഥ തന്നെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതുപോലെ ഈ ഒരു ഭാഗം നമുക്ക് വേറെ എക്സ്ട്രാ പോർഷനായിട്ട് എടുക്കേണ്ട ഒരു ഭാഗമാണ്. ഇതും കൂടെ ക്ലിയർ ആണെങ്കിലാണ് ഈ പറയുന്ന കാലാവസ്ഥ നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.